2026 ജൂലൈ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്ത നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. കടത്തിൽ നിന്നും കുറച്ചെങ്കിലും മോചനം ലഭിക്കുന്നതിലേക്ക് വേണ്ടി ഈ കൂറുകാർക്ക് ഈ സമയം സാധിക്കുന്നു. ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാരിൽ നിന്നും കുറച്ചൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്നു. അതുപോലെ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു. ജീവിതത്തിൽ ആകെ ഒരു പുരോഗതി ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ദൂരെയുള്ള ദേശത്ത് പോയി തൊഴിലിന് വേണ്ടിയോ വ്യാപാരത്തിന് വേണ്ടിയോ ഉള്ള അലച്ചിൽ ഒഴിവാക്കി പുതിയ ഉപജീവനം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ മാറിക്കിട്ടുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. കാര്യങ്ങൾ നടന്നു കിട്ടുന്നു. ഇതിലുള്ള കാലതാമസം ഒഴിവാക്കി കിട്ടുന്നു. സുഗന്ധ വസ്തുക്കളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും സമൃദ്ധി ധാരാളം ഉണ്ടാകുന്നു. അതുവഴി ധാരാളം സമ്പത്ത് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ശ്രമിച്ചാൽ പല മാർഗങ്ങളിൽ കൂടിയും നേരായ മാർഗത്തിൽ ധനം സമ്പാദിക്കാൻ സാധിക്കും. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭ്യമാകും. സന്താന ഭാഗ്യം കാണുന്നുണ്ട്. താമസിക്കാൻ വാടക വീട് വേണമെന്നുള്ളവർക്ക് വീട് ലഭ്യമാകാം. സ്വത്തുകളും ലഭ്യമാകാം. ചിലർക്ക് പുതിയ വീട് നിർമ്മിച്ച് അതിൽ താമസിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ചിലർക്ക് ഭൂമി ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. വഴക്കും ബഹളവും കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഭയം മാറി ധൈര്യം ഉണ്ടാകുന്നു. ചിലർക്ക് ഏതും ഭയമായിരുന്നത് മാറിക്കിട്ടുന്നു. ബുധനും ഗുരുവും ശുക്രനും ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സരസ്വതി യോഗം ഉണ്ടായിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. ശ്രമങ്ങൾക്ക് ഗുണം ലഭിക്കുന്നു. ഏത് കാര്യവും ഗ്രഹിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ടാകുന്നു. ഇത് വേഗം മനസ്സിലാക്കി മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നു. മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടാകുന്നു. ഏത് രീതിയിലുള്ള വാർത്താവിനിമയ രംഗത്തുള്ളവരായാലും തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയൊരു സമയമാണിത്. അനുഭവവും കഴിവും മൂലം ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. കുടുംബ സൗഖ്യവും സമാധാനവും ഉണ്ടാകുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലം ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കൾക്ക്, അതായത് മുതിർന്ന ബന്ധുക്കൾക്ക് വിയോഗം വരുന്നതിന് സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ നിയന്ത്രിക്കുക. വീഴാതെ ശ്രദ്ധിക്കുക. മോശമായ പ്രവൃത്തികളിൽ പങ്കാളിയാകാതിരിക്കുക. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരണ ഉണ്ടായാലും ചെയ്യാണ്ടിരിക്കുക. ഇനി ഈ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ആദ്യം ഉത്ര നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 4 വയസ്സ് വരെയുള്ള ഉത്ര നക്ഷത്രക്കാർക്ക് ബാല്യകാലത്ത് അരിഷ്ടതകൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കഫക്കെട്ട് മൂലമുള്ള രോഗങ്ങൾ വരാം. വ്രണങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ഭൂമിയോ വീടോ ലഭ്യമാകാം. കുടുംബ വസ്തുക്കൾ ലഭ്യമാകാനും അത് ഭാഗം വെച്ചൊരു വീതം ലഭ്യമാകാനും സാധ്യത കാണുന്നുണ്ട്. പിന്നെ ബാലക്ഷയരോഗം എന്നത് വരാനായിട്ട് ചിലർക്കൊരു സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെ ചികിത്സിച്ചാൽ ഭേദമാകാവുന്നതേ ഉള്ളൂ. അതുപോലെ വിദ്യാഭ്യാസത്തിന് തടസ്സം കാണുന്നു. കുടുംബത്തിൽ ധനവും ധാന്യങ്ങളും ലഭ്യമാകാം. വിദ്യാഭ്യാസം ചെറിയൊരു തടസ്സം ചിലർക്ക് കാണുന്നുണ്ട്. എങ്കിലും അത് പ്രശ്നമല്ല. 4 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവരുടെ കാലഘട്ടമാണ് പറയുന്നത്. ഉത്ര നക്ഷത്രക്കാരുടെ അല്പാൽപമായി രോഗങ്ങളും കഷ്ടപ്പാടുകളും മാറിയ ജീവിതത്തിൽ ഒരു സുഖം പ്രാപിക്കുന്ന ഒരു സമയമാണ്. അനുദിനം നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. 9 വയസ്സ് കഴിഞ്ഞാൽ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. പഠിത്തത്തിന് മുന്നിൽ തന്നെ ആയിട്ടാണ് കാണുന്നത്. പല സമ്മാനങ്ങളും ഈ കുട്ടിക്ക് ലഭ്യമാകാം. ഫുഡ് പോയ്സൺ വരാതെ ശ്രദ്ധിക്കുക. വെള്ളത്തിലിറങ്ങിയാൽ അപകട സാധ്യത കാണുന്നുണ്ട്. അതിനാൽ വെള്ളത്തിലിറങ്ങുമ്പോൾ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഉത്ര നക്ഷത്രക്കാർക്ക് ആരുമായിട്ടും വാക്ക് തർക്കത്തിനും വഴക്കിനും ഒന്നും കുടുംബത്തിലെ അംഗങ്ങളോ ഈ കുട്ടിയോ പോകാതിരിക്കുക. അടിപിടി മുതലായവ ഉണ്ടായാൽ ശരീരത്തിന് വലിയ രീതിയിൽ മർദ്ദനമേൽക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, എങ്കിലും മറ്റുള്ളവർ അംഗീകരിക്കാൻ വേണ്ടി തർക്കിച്ച് ജയിക്കാൻ പോകരുത്. അത് ശത്രുതയ്ക്ക് കാരണമാകും. വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായി വന്നേക്കാം. ചെറിയ രീതിയിൽ ചില രോഗങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ വസ്തുപരമായോ ധനപരമായോ ഉള്ള കേസുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് വിജയം ലഭിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് സൈന്യത്തിൽ ചേരുവാനായിട്ട് സാധിക്കുന്നു. ഒരു നല്ല യോദ്ധാവാകാനും സാധിക്കുന്നു. കുടുംബത്തിൽ ധനലാഭം ഉണ്ടാകാം. ഐശ്വര്യവും വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. 21 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ മുൻകാലങ്ങൾ അപേക്ഷിച്ച് നല്ലൊരു സമയമായിട്ട് ഇതിനെ കരുതാം. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച തൊഴിൽ ലഭ്യമാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്നു. ചിലർക്ക് വിദേശ പഠനം നടത്താനും അവിടെ തൊഴിൽ ചെയ്യാനുമുള്ള യോഗം കാണുന്നുണ്ട്. ചിലർക്ക് സൂര്യരശ്മിയിൽ നിന്ന് തൊലിപ്പുറത്ത് പൊള്ളലേൽക്കുവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില മരുന്നുകൾ ഇവർക്ക് അലർജി ഉണ്ടായേക്കാം. ശ്രദ്ധിച്ചാൽ മതി. വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യത്തിനും ഈ സമയം യോഗം കാണുന്നുണ്ട്.
ചിലർക്ക് കണ്ണിന് കാഴ്ച ക്ലിയർ അല്ലാത്ത രീതിയിൽ പഠിക്കുമ്പോൾ കണ്ണിനൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാകാത്തൊരവസ്ഥ വരാം. അതിനൊരു കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. കാർഷിക മേഖലയിലുള്ളവർക്ക് ഈ സമയം യോജിച്ച രീതിയിൽ നല്ല രീതിയിൽ ധനലാഭം ലഭിക്കുന്ന ഒരു സമയമാണ്. മഴയുടെ കാഠിന്യം മൂലം ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും അനിഷ്ട സംഭവങ്ങൾ വന്നേക്കാം. 39 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് താമസ സ്ഥലം ആയത് നാടും തൊഴിൽ സ്ഥലവും വളരെ ഇണങ്ങിയതായിട്ട് അവർക്ക് തോന്നുവാൻ സാധിക്കുന്നു. തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നു. ഭേദപ്പെട്ട തസ്തികയിൽ മികച്ച കമ്പനിയിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ജോലി കിട്ടുന്നതിന് ഉള്ളൊരു ഭാഗ്യമുണ്ട്. ചിലർക്ക് സർക്കാരിൽ നിന്ന് മികച്ച പദവി ഉള്ള ഒരു ജോലി ലഭിക്കുന്നു. അതായത് IAS IPS മുതലായവ ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് അവാർഡുകൾ ലഭ്യമാകാം. തറവാട്ടിലെ മുതിർന്ന അംഗത്തിൻ്റെ വേർപാട് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ സ്വയം സ്ഥാപനം നടത്തുന്നവർക്കും വളരെയധികം ഗുണകരമായ ഒരു സമയമാണ്. ചിലർക്ക് തർക്കങ്ങളും മറ്റും പരിഹരിക്കാൻ കോടതിയിൽ കേസുകൾ നടക്കുന്നതിനൊരു സാധ്യതയുണ്ട്. മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് ഈ കാലം അനുയോജ്യമല്ല. കാരണം ധനനഷ്ടവും ആരോഗ്യനഷ്ടവും മൂലം വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ വാഹനം വാങ്ങുന്നതിനും വീട് ഭൂമി എന്നിവ സ്വന്തമാകുന്നതിനുമുള്ള യോഗം കാണുന്നുണ്ട്. 57 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് കാർഷിക മേഖലയിലുള്ളവർക്ക് ഗുണം വളരെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ഉയർന്ന ആദായം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സ്വന്തം നാട് വിട്ട് അന്യദേശത്തേക്കോ വിദേശത്തേക്കോ പോയി താമസിക്കുന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ആത്മീയതയിലേക്ക് തിരിയാനും ഒരു സാധ്യതയുണ്ട്. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ ഈ സമയം നിങ്ങളുടെ അധ്വാനം വളരെ കൂടുതലായിരിക്കും. വസ്തുവകകൾ, ധനശേഖരം എന്നിവ സംബന്ധിച്ച് ഏറെ തർക്കങ്ങൾ കുടുംബത്തിൽ നടക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വയറിനും കണ്ണിനും ചില രോഗങ്ങൾ വന്നേക്കാം. ദഹനം സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. 76 വയസ്സ് മുതൽ 93 വയസ്സ് വരെയുള്ളവർക്ക് ബന്ധനങ്ങളും സൗഹൃദങ്ങളും ഒരുവിധം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോകുന്ന ഒരു സമയമാണ്. ശരീരത്തിന് ചില ബലക്ഷയം, അതായത് വിറയിൽ വരണതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഏകാന്തവാസമാണ് ഈ സമയം ചിലർ ഇഷ്ടപ്പെടുന്നത്. വായനാശീലം ധാരാളമുള്ളതിനാൽ മിക്കപ്പോഴും പുസ്തകങ്ങൾ ധാരാളമായി കൂട്ടിനുണ്ടാകുന്നു. ധനത്തിനും ധാന്യങ്ങൾക്കും ഒരു കുറവ് വരുന്നില്ല. ഈ സമയത്ത് നിക്ഷേപ പദ്ധതികളിൽ നിന്നും ധാരാളം ആദായം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. പുണ്യതീർത്ഥങ്ങളിലും പുണ്യക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതിനുള്ള ഭാഗ്യവും ഇവർക്ക് ഈ സമയം കാണുന്നുണ്ട്. 93 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് വീട്ടിലും ഓഫീസിലും മോഷണം നടക്കാൻ സാധ്യതയുള്ളതിനാൽ വേണ്ടുന്ന സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ബന്ധുക്കളിൽ ചിലരുമായി വിരോധം വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം ചില രോഗങ്ങൾ വന്നേക്കാം. കൂടുതലും വാദം, ജ്വരം, കഫത്തിന്റെ ഉപദ്രവം മുതലായി വരാനാണ് സാധ്യത. ധനലാഭം ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ ചെലവുകൾ ഉണ്ടാകാം. ചില കേസുകൾ ഉണ്ടെങ്കിൽ അതിന് വിജയം ലഭിക്കും. ചില കാഴ്ച വസ്തുക്കൾ, പിറന്നാൾ സമ്മാനങ്ങൾ എന്നിവ ലഭിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. പലരും പല രീതിയിലും ചതിവിൽപ്പെടുത്താൻ നിങ്ങളെ നോക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ശ്രദ്ധിച്ചാൽ അതൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ സമയം കാണുന്നില്ല. അടുത്ത അത്തം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 6 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ഒരുവിധം കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോകുന്ന ഒരു സമയമാണ്. വീട്ടുകാരുടെ, അതായത് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മറ്റു ബന്ധുക്കളുടെ എല്ലാം സ്നേഹലാളനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണിത്. ഒന്നിനും ഒരു കുറവുമില്ലാത്ത ജീവിതം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വീടും അന്തരീക്ഷവും എല്ലാം വളരെയധികം ഒത്തുപോകുന്നു. വിദ്യാഭ്യാസം ഗുണകരമാംവിധം മുന്നോട്ട് പോകുന്നു. ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ജ്വരം പോലുള്ള അസുഖങ്ങൾ വരാനാണ് സാധ്യത. കുടുംബത്തിൽ സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത ഈ സമയം കാണുന്നുണ്ട്. 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു കഴിവ് ഇവർക്ക് ലഭിക്കുന്നു. കുടുംബത്തിൽ കേസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം വിജയം ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും വരാത്ത ഒരു കാലഘട്ടമാണ്. ചിലർക്ക് ചില അലർജികൾ ഉണ്ടാകാം. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ഇവിടെയും ലഭിക്കുന്നതാണ്. ചിലർക്ക് പല രീതിയിലും കുടുംബത്തിന് ധനം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ അത്തം നക്ഷത്രക്കാർക്ക് ശാന്തമായ ഒരു സ്വഭാവം ഉണ്ടെങ്കിലും ദേഷ്യം വന്നാൽ ക്ഷമിക്കുക ഒരു എളുപ്പമുള്ള കാര്യമല്ല. സ്വന്തം തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കുവാനുള്ള ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത്. വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ശരീരത്തിൽ ചില മുറിവുകൾ ഉണ്ടാകാം. സഹോദരൻ്റെ അകൽച്ച ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. സഹോദരൻ പഠനത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ കുറേ കാലം വിദൂരത്ത് താമസിക്കുന്നതായിട്ടാണ് കാണുന്നത്. 13 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു. ജോലി ലഭിക്കുന്നതാകുന്നു. സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. വിവാഹം കഴിക്കുന്നതോടുകൂടി ചില അത്തം നക്ഷത്രക്കാരുടെ കഷ്ടകാലം തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. ചില അത്തം നക്ഷത്രക്കാരുടെ ജീവിതം ദുരിതപൂർണ്ണമാകുന്നു. മറ്റു ചിലരുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്.
പരാധീനതകളും പ്രാപ്തിക്കുറവും നിമിത്തവും അതായത് ചില അമിതമായ ചില സഹനശക്തി നിമിത്തവും ദുഃഖം വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് വിവാഹബന്ധം വേർപിരിയേണ്ടതായിട്ട് വന്നേക്കാം. ചിലരാണെങ്കിൽ വിവാഹം വേർപിരിഞ്ഞില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ദുരിതപൂർണമായ ജീവിതം തുടർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് സന്താനഭാഗ്യം ഈ സമയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ചിലർക്ക് ശത്രുക്കളിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തീപ്പൊള്ളലേൽക്കാൻ ഒരു സാധ്യതയുള്ളതിനാൽ ഈ സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 31 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള അത്തനക്ഷത്രക്കാർക്ക് ഒരു ചെറിയ ഒരു ആശ്വാസം കുടുംബത്തിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊരു വലിയ പരിഹാരമാകുന്നില്ല, താൽക്കാലിക ഒരു പരിഹാരം മാത്രമാണ്. എന്നാൽ ചില അത്തനക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ജീവിതശൈലിയിൽ അന്തസ്സായിട്ടും മനസ്സമാധാനമായിട്ടും കഴിയാൻ സാധിക്കുന്നു. ചിലർക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. തക്ക സമയത്ത് ചികിത്സ ലഭിക്കുന്നതിനാൽ ആ രോഗങ്ങളിൽ നിന്ന് ഭേദമാകാൻ സാധിക്കുന്നു. അതുപോലെ പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. സ്വന്തമായി വരുമാനം ഉള്ളവർക്ക് ഏറെ ഗുണകരമായ ഒരു സമയമാകുന്നു. ബന്ധുക്കളുടെ മരണം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. അന്യ ആൾക്കാരിൽ നിന്നും ചില നേട്ടങ്ങൾ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാരിൽ നിന്നും ചില ഗുണങ്ങൾ ലഭ്യമാകാം. ചില രോഗങ്ങൾ വരാനും അതായത് വാതരോഗം പോലുള്ളവ വരാനും അത് ഭേദമാകാനും സാധ്യത കാണുന്നുണ്ട്. 47 വയസ്സ് മുതൽ 66 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണ്. അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം. അതൊന്നും ശ്രദ്ധിക്കാണ്ടിരുന്നാൽ മതി, അതൊന്നും പ്രശ്നമാകുന്നില്ല. ചിലർക്ക് സ്വഭവനത്തിൽ നിന്നും മാറി അന്യഭവനത്തിൽ താമസിക്കുന്നതിനുള്ളൊരു യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മിത്രങ്ങളും ബന്ധുക്കളും ശത്രുക്കളായി വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വയറിനും കണ്ണിനെല്ലാം ഒരു രോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നതിനാൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ധനനാശം കാണുന്നുണ്ട്. സ്വത്തുവകകൾ കൈമോശം വരാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. മാതാപിതാക്കളുടെ മരണം ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും അതോടൊപ്പം തന്നെ ദുഃഖങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങൾ നടക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ധനസമ്പാദനത്തിന് ചില തടസ്സങ്ങൾ ഈ സമയം ഉണ്ടായേക്കാം. ശ്രദ്ധിച്ചാൽ അതെല്ലാം മാറിക്കിട്ടും. സാമ്പത്തിക ഒരു അച്ചടക്കം ഈ സമയം ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് ചിലർക്ക് മോശമായ സ്വപ്നങ്ങൾ അടിക്കടി കാണേണ്ടതായിട്ട് വരെ ഒരു ഭയം ജനിക്കുന്നതിന് സാധ്യതയുണ്ട്. കൃഷിക്കാർക്ക് പല ഗുണങ്ങളും ഈ സമയം ലഭിക്കാം. ചിലർക്ക് കർമ്മവിഘ്നം നേടുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ജോലിയിലെ തടസ്സങ്ങളും മറ്റൊക്കെ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 66 വയസ്സ് മുതൽ 83 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ഇടയുടെ വേർപാട് ചില ദുഃഖങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കുറേ മനസ്സമാധാനം പോയേക്കാം. ചിലർക്ക് വാഹനം വാങ്ങുന്നതിനും ഭൂമി സ്വന്തമാക്കുന്നതിനും ഈ സമയം അവർക്കൊരു ഭാഗ്യം കാണുന്നുണ്ട്. ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, എങ്കിലും ചികിത്സ മൂലം അതെല്ലാം സുഖപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരു സംരംഭകനാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അധ്വാനഭാരം വളരെ കൂടുതലായിരിക്കും, എങ്കിലും അതുപോലെ ധനലാഭം ധാരാളം ഉണ്ടാകുന്നതാണ്. ചിലർക്ക് ഒരു സർജറി അവയവങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. കഫം, വാതം മുതലായ രോഗങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. പ്രായം ഒരു പ്രശ്നമല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഇവിടെ ധാരാളം ധനം സമ്പാദിക്കേണ്ട പല മാർഗങ്ങളും തെളിഞ്ഞ് മുന്നോട്ട് വരാം. ഏത് രംഗത്തുള്ളവർക്കായിരുന്നാലും ഉത്സാഹപൂർണമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനും അതുമൂലം ധാരാളം ധനം സമ്പാദിക്കാനും അവർക്ക് യോഗം കാണുന്നുണ്ട്. 83 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് അധികം ദോഷഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഈ സമയത്ത് ചില രോഗങ്ങൾ ശല്യം ചെയ്യുന്നതുണ്ടാകാം, എങ്കിലും അതൊക്കെ തക്ക ചികിത്സ ലഭിക്കുന്നതിന് അതൊന്നും വലിയ പ്രശ്നമായി കാണുന്നില്ല. സ്വഭവനത്തിൽ നിന്ന് വേർപെട്ട് അന്യഭവനത്തിൽ താമസിക്കുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ഒരു അടുത്ത ബന്ധുവിൻ്റെ വിയോഗം ഇവിടെ കാണുന്നുണ്ട്. ധാരാളം സമ്പത്ത് ലഭിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അവയെല്ലാം പാഴ്ചലവ് വരുന്നതിനും അതുപോലെ തന്നെ കാണുന്നുണ്ട്. പുത്രൻ്റെ വിരഹം കാണുന്നുണ്ട്. ഈ സമയത്ത് മോഷ്ടാക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതായിരിക്കും. വാഹനങ്ങൾ ഓടിക്കുന്നതിന് വളരെ ജാഗ്രതയായിട്ട് ഈ സമയം പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചിലർക്ക് അന്യദേശവാസം കാണുന്നുണ്ട്. അതുമൂലം ധനലാഭം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് ഈ അത്യാവശ്യമായി ഒരു സർജറി വേണ്ടി വരാം, എങ്കിലും ക്രമേണ എല്ലാം ശരിയായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത ചിത്ര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 6 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് വയർ സംബന്ധിച്ച് ചില അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. വിഷസംബന്ധമായ, അതായത് ഫുഡ് പോയ്സൺ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള അലർജികൾ മൂലമുള്ളവോ ഭക്ഷ്യവസ്തുക്കൾ അകത്ത് ചെന്നിട്ടുള്ള പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അതായത് കുടുംബ വസ്തുക്കൾ ഭാഗം വെച്ച് കിട്ടാനോ അല്ലെങ്കിൽ തന്നെ കുടുംബത്തിലുള്ളവർ വീട് എന്നിവ വാങ്ങുന്നതിനും ഭൂമിയൊക്കെ വാങ്ങുന്നതിനും ഒരു യോഗവും ഈ സമയം കാണുന്നുണ്ട്.
ചിലർ മാതാപിതാക്കൾ സഹിതം അന്യദേശത്തേക്ക് താമസം മാറുന്നതിന് ഒരു ഭാഗ്യം കൂടി സമയം കാണുന്നുണ്ട്. ചിലർക്ക് കലാരംഗത്തും സാഹിത്യ രംഗത്തും സംഗീത രംഗത്തൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാനായിട്ടുള്ള ഒരു സമയമാണിത്. ഇതിനെല്ലാം ഒരു അടിസ്ഥാനമായ വിദ്യാഭ്യാസം തുടങ്ങുന്നതിനുള്ള സാഹിത്യപരമായിട്ടും കലാപരമായിട്ടായിരുന്നാലും അടിസ്ഥാന വിദ്യാഭ്യാസം തുടങ്ങുന്നതിനുള്ള ഒരു സമയം ചിലർക്കുണ്ട്. അതുപോലെ ആയുധങ്ങളിൽ നിന്ന് മുറിവേൽക്കാണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാരിൽ നിന്നും ചില സഹായങ്ങൾ ഈ സമയം ചിത്ര നക്ഷത്രക്കാർക്ക് ലഭ്യമാകാം. ചില രോഗങ്ങളുണ്ടാകാമെങ്കിലും അത് കൂടുതലും പിത്ത രസം സംബന്ധിച്ച ചില ബുദ്ധിമുട്ടുകളാണ് കാണുന്നത്. 6 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ഫുഡ് പോയിസൺ വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നതിനാൽ വളരെ ശ്രദ്ധിക്കുക. ചിലർക്ക് ചില ആഹാര സാധനങ്ങളും മറ്റും അലർജി വരാനൊരു സാധ്യത കാണുന്നുണ്ട്. പാലുൽപ്പന്നങ്ങളും അതല്ലെങ്കിൽ സോപ്പിൽ നിന്നൊക്കെ ഒരു അലർജി വരുന്നതിനൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ചില നക്ഷത്രക്കാർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ അലർജികളോ ഉണ്ടാകാതെ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തൊക്കെയായാലും വിദ്യാഭ്യാസം തുടരാനും ഈ സമയത്ത് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് കലാപരമായിട്ടുള്ള പ്രത്യേക വിദ്യാഭ്യാസ രീതി പൂർത്തിയാക്കുന്നതിന് അതുവഴി അവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അതിലും അവർക്ക് അവരെ കഴിവുകൾ തെളിയിച്ച് വളരെ ഉന്നതങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ചിലർക്ക് അന്യദേശ അതായത് വിദേശവാസം കാണുന്നുണ്ട്. ഉപരിപഠനത്തിനായിട്ടോ ജോലിക്കായിട്ടോ വിദേശത്തേക്ക് ഈ സമയം പോകാൻ സാധിക്കുന്നു. തൊഴിലിൽ വളരെ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മോഷ്ടാക്കളിൽ നിന്നും ചില ശല്യങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ നിങ്ങളെ വിലയേറിയ വസ്തുക്കളെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം വളരെ ശ്രദ്ധിക്കുക. ചിലർക്ക് ഈ സമയം വിവാഹിതനാകാനും സാധിക്കുന്നു. കൃഷിക്കാർക്ക് ചില നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ജലത്തിൽ നിന്നും ഒരു ഭയം വരുന്നതിനുള്ളൊരു സാധ്യത ഉണ്ടായതിനാൽ അത് സൂക്ഷിക്കാം. 24 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ വേറിട്ട കലകളിൽ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മറ്റേതെങ്കിലും സ്പെഷ്യലൈസ്ഡ് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് കാണുന്നത്. അവർക്ക് ഏറെ ഗുണമുള്ളൊരു സമയമാണ്. മികച്ച തൊഴിൽ ലഭ്യമാകുന്നതിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. സ്വന്തമായി ഒരു ഭവനം ഉണ്ടാക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഈ സമയം അവർക്ക് ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് അവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളിൽ ലഭിക്കുന്ന സുഖസമ്പത്ത് ലഭിക്കുന്ന ഒരു സമയമാണ്. അധികാര സ്ഥാനത്ത് നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് ഇവിടെയും യോഗമുണ്ട്. സമ്പാദ്യം നടത്തുന്നതിനും എല്ലാം അവർക്ക് സാധിക്കുന്നു. ഉത്തമ നിക്ഷേപങ്ങളിൽ സമ്പാദ്യം നിക്ഷേപിക്കുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് ഉന്നത അധികാരമുള്ള പദവികൾ ലഭിക്കുന്നതിന് സാധ്യമുണ്ട്. ന്യായമായ മാർഗത്തിലൂടെ ധാരാളം ധനം സമ്പാദിക്കുന്നതിനുള്ള ഭാഗ്യം അവർക്ക് കാണുന്നുണ്ട്. ധാരാളം സന്തോഷകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാം. ചിലർ ദുർനടപടികളുമായി നടന്ന് മദ്യപാനവും മറ്റുമായി നശിക്കുന്നതായിട്ടും ചില ചിത്ര നക്ഷത്രക്കാരെ കാണുന്നുണ്ട്. 40 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ചില ചിത്ര നക്ഷത്രക്കാർക്ക് വാദസംബന്ധമായ ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് ഭേദമാകാവുന്നതേ ഉള്ളൂ. സ്വന്തം വീട്ടിൽ നിന്നോ സ്വന്തം നാട്ടിൽ നിന്നോ വേറെ ദേശത്തേക്ക് താമസം മാറുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നും അസൂയാലികളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാൻ ഒരു സാധ്യത ഇവിടെയുണ്ട്. ചതിവിലും വഞ്ചനയിലും പെടാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ആക്രമണം വരാൻ സാധ്യതയുണ്ട്. ഏതിലും എന്ത് കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ്. ചതി വരുന്ന വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളൊരു ജാഗ്രതയായിരുന്നാൽ അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ധാരാളം ധനലാഭവും അതുപോലെ തന്നെ സമ്പാദ്യ പദ്ധതികൾ നിക്ഷേപിക്കുവാനും സാധിക്കുന്നു. ചിലർക്ക് മേലധികാരികളുടെ കോപത്തിൻ്റെയായ ഇത് അസുഖാലികൾ നിമിത്തമുള്ള അല്ലെങ്കിൽ ശത്രുക്കൾ നിമിത്തമുള്ള ഒരു പ്രവൃത്തി മൂലം നിങ്ങളുടെ നിങ്ങളിൽ കോപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ശത്രു സംഹാര പൂജകൾ ഈ സമയം ചെയ്യുന്നത് വളരെയധികം ഗുണം ലഭിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് തന്നേക്കാൾ ഏറെ പ്രായമുള്ള ഇണയെ സ്വന്തമാക്കുന്നതിനുള്ളൊരു യോഗവും ഈ സമയം കാണുന്നുണ്ട്. 59 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ശാന്തി വരുന്ന ഒരു സമയമാണ്. വിദ്യയുടെ കഴിവിൽ ഉയർന്ന ധനമാർഗം ഇവിടെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഏത് രംഗത്തായാലും ഉത്സാഹപൂർണ്ണമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും അതുമൂലം വളരെയധികം സമ്പത്ത് അവർക്ക് സമ്പാദിക്കുന്നതിന് സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വാഹനം, വീട് എന്നിവ സ്വന്തമാക്കുന്നതിന് ഇവിടെയും യോഗമുണ്ട്. ചിലർക്ക് പ്രത്യേക പദവിയുള്ള താൽക്കാലികമായ ഉയർന്ന അധികാരമുള്ള ജോലി ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദര സംബന്ധമായോ അല്ലെങ്കിൽ ത്വക്ക് രോഗമോ ഇവിടെ ഉണ്ടാകുന്നതിനൊരു സാധ്യത. എന്നിരുന്നാലും ഈശ്വര കടാക്ഷം അവർക്കുള്ളത് കൊണ്ട് അതിൽ നിന്നെല്ലാം അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഉറ്റ ബന്ധുക്കളുടെ ഒരു വേർപാട് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. മോഷ്ടാക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാം. എന്നാൽ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം ശല്യങ്ങളും ഒഴിവാക്കുന്നതിനും സാധിക്കുന്നു. 76 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. വിശ്വാസവഞ്ചന നടക്കാൻ സാധ്യതയുള്ളതിനാൽ
വളരെ ശ്രദ്ധിക്കുക. കേസുകൾ നടത്തുന്നത് ഈ സമയം അനുകൂലമല്ല. അതുകൊണ്ട് കേസുകളൊന്നും തുടങ്ങി വയ്ക്കാണ്ടിരിക്കുക. ചിലർക്ക് ജലം പോലുള്ള പനികൾ പിടിക്കുന്നതിനൊരു സാധ്യത കാണുന്നു. ഇവിടെയും വിദ്യ കൊണ്ട് പല നേട്ടങ്ങളും അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. യന്ത്രസാമഗ്രികൾ, വാഹനങ്ങൾ എന്നിവ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപകടം വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ചിലർക്ക് അന്യദേശത്തേക്ക് പോകേണ്ടതായിട്ട് വന്നേക്കാം. ഇവിടെ പ്രവചിച്ചതെല്ലാമേ സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. അതുപോലെ നിങ്ങൾക്ക് വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ജൂലൈ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.